പണത്തിന്റെ കുറവ് മൂലം വയനാട് പുനരധിവാസം മുടങ്ങില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രധാനമന്ത്രി ഇക്കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കണക്കുകൾ നൽകിയാൽ കേന്ദ്ര സഹായം ഉറപ്പെന്നും ഗവർണർ കൊച്ചിയിൽ പറഞ്ഞു. Are you interested in declaration or you are interested in rehabilitation and rehabilitation? What you are interested? I'm just saying, are you interested in making these technical declarations for which there is no provision, or you are interested in rehabilitating those who have been affected? We want to rehabilitate people. So please, we already have money. You submit the accounts to the central government. Say this money has been spent, more money is needed. Prime Minister has given an assurance that because of the constraint on resources, rehabilitation work will not be allowed to be affected. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും സർക്കാരിനോട് അല്ലെങ്കിൽ സർക്കാരിനെ ശാസിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരുന്നു. കാരണം ഹൈക്കോടതി പോലും പറഞ്ഞിരുന്നത് കേന്ദ്രം പണം നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇപ്പോൾ ഗവർണർ ആ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. കാരണം പണത്തിന്റെ കുറവ് കൊണ്ട് വയനാട് പുനരധിവാസത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയിരിക്കുമെന്നാണ് ഗവർണർ പറയുന്നത്, അല്ലേ? ഇക്കാര്യത്തിൽ പൂർണ്ണമായും തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് തന്നെയാണ് ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, വയനാട്ടിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലവിൽ വലിയ സാമ്പത്തികം ഉണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ പെട്ടെന്ന് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് അതനുസരിച്ചാണ് കേന്ദ്രത്തിന്റെ നടപടികൾ, കേന്ദ്ര സഹായം അടക്കം ലഭ്യമാവുക. സഹായം അനുവദിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. സംസ്ഥാനത്തിന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പണം അനുവദിച്ച ശേഷം കേന്ദ്രത്തോട് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പണം അനുവദിക്കുന്ന ഒരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ കടക്കേണ്ടിയിരുന്നത്. പകരം കേന്ദ്രം നൽകുന്നില്ല എന്ന കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ നേരത്തെ ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചാരണം നടത്തുന്നത് തന്നെയായിരുന്നു കോടതിയെ പറഞ്ഞിരുന്നത്. മറ്റാരേക്കാളും പുനരധിവാസം ഉറപ്പാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കിലാണ് തന്റെ വിശ്വാസം എന്ന കാര്യം കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. സംസ്ഥാനം പറയുന്ന കണക്ക് ശരിയല്ല എന്നത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കൃത്യമായ കണക്ക് കേന്ദ്രത്തെ ബോധിപ്പിക്കണം. മാത്രമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ആദ്യം ചെലവഴിക്കണം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യാനുള്ള പണം ഇല്ലാത്തതല്ല പ്രശ്നം എന്ന കാര്യം തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പണം ചെലവഴിച്ച ശേഷം വേണം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിന്ന് പണം ആവശ്യപ്പെടാൻ. അതിന് കണക്കുകൾ നൽകേണ്ടതുണ്ട്, കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഫണ്ട് വരാൻ മറ്റു തടസ്സങ്ങളില്ല എന്ന കാര്യം കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ.